ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ രാഹുലും ഷാരിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. നിങ്ങൾക്കൊരു കുഴപ്പമില്ല, പക്ഷെ ഓരോ ദിവസം പോകും തോറും എൻ്റെ ഹൃദയമിടിപ്പ് കൂടി വരിക. നമ്മുടെ മോൾ ഇതുവരെ അവനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, ആ മനോഹരനെ കുറിച്ച്. അങ്ങനെ അവനെക്കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ അവളൊരു കൊലപാതകിയായി മാറും. നിങ്ങൾക്കറിയോ, അവളുടെ കയ്യിലിപ്പോൾ ഒരു ഇരുമ്പ് പൈപ്പുണ്ട്. എനിക്ക് നല്ല പേടിയുണ്ട്. ശത്രുക്കളെ കൊല്ലാനാണ് അവൾ പറഞ്ഞത്, കള്ളന്മാരെ പിടിക്കാനാണ് അവൾ പറഞ്ഞത്. പക്ഷേ എങ്ങനെയോ ആ വടി കൊണ്ടുള്ള അടി എനിക്ക് കിട്ടാതിരുന്ന അത്രയ്ക്ക് നല്ലതെന്ന് ആലോചിച്ചാൽ ഞാൻ നടക്കുന്നത്. കാരണം ഓരോ ദിവസം പോകും തോറും പേടിച്ചാ ഞാൻ അവളുടെ കൂടെ ജീവിക്കുന്നത്. അവളിപ്പോൾ ആകെ സമനില തെറ്റിയ അവസ്ഥയാണ്. എങ്ങനെ തെറ്റാതിരിക്കും? എന്തൊക്കെയായിരുന്നു നിങ്ങൾ അവൾക്ക് കൊടുത്ത ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും? കല്യാണിയെ കൊല്ലും, രൂപയെ തീർക്കും, ചന്ദ്രസേനൻ ഇല്ലാതാകും, എല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവളെ പറ്റിച്ചില്ലേ? അവസാനം എൻ്റെ മോളുടെ സമനില തെറ്റിയപ്പോൾ നിങ്ങൾക്ക് സമാധാനമായോ, സന്തോഷമായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തോടെ ഷാരി ഇരുന്ന് കരയുക. ഷാരി, നീ ഇങ്ങനെ കരയല്ലേ, എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത്? മോള് നിന്നെ ഒന്നും ചെയ്യില്ല. ആര് കണ്ടു? അവള് നിങ്ങളോടും ആ മനോഹരനെ കുറിച്ച് അറിഞ്ഞ അവനോടുള്ള ദേഷ്യം മുഴുവനും തീർക്കാൻ പോകുന്നത് എന്നോടായിരിക്കും. ഇപ്പം തന്നെ അവൾക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടൂടാ. അങ്ങനെയുള്ളപ്പോൾ അവൾ ഓരോന്ന് പറഞ്ഞ് എന്നെ കൊല്ലുമെന്നുള്ള കാര്യം ഉറപ്പാ. അത്രയ്ക്ക് പേടിയാ. അവൾ എൻ്റെ മെക്കിട്ട് കയറുമ്പോഴൊക്കെ എൻ്റെ മനസ്സ് പേടി കൊണ്ട് പടപടാന്ന് ഇടിക്കുക. അത്രയ്ക്ക് ടെൻഷൻ ഉണ്ടറിയോ? നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇതിനകത്തല്ലേ. സത്യം പറയാലോ, നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പൊടി കൊണ്ട് ചിലപ്പോൾ അവൾ നിങ്ങളുടെ തലക്കെട്ട് അടിച്ചതന്നെ. അത്രയ്ക്ക് സമനില തെറ്റിയാ അവൾ നടക്കുന്നത്. ഓരോ ദിവസവും ഞാനേ പേടിച്ച് ജീവിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, എൻ്റെ മോള് എല്ലാ സത്യങ്ങളും അറിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. അത് കേട്ടതും അവൾ സ്വർണവും പണമൊക്കെ മനോഹറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെയും കൊണ്ട് അവൾ എങ്ങനെ ജീവിക്കും ശരി? അതാ എനിക്കും അറിയില്ലാത്ത ഒരു കാര്യം ചെയ്യാം. അവളെല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ, മനോഹർ അവൾക്ക് നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഞാനും എൻ്റെ മോളും എൻ്റെ കൊച്ചുമോളും കൂടെ ആത്മഹത്യ ചെയ്തേക്കാം. ഈ ലോകത്തു നിന്ന് തന്നെ അങ്ങ് പോകാം. പിന്നെ ഞങ്ങളുടെ ചടങ്ങ് നടത്താനായിട്ട് താൻ വന്നാൽ മതി കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഷാരി കരഞ്ഞ് നിലവിളിച്ച് അങ്ങ് പോവുക, ഭയങ്കര സങ്കടത്തോടെ. ഈ സമയം രാഹുലാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണ്. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു. ആ ചന്ദ്രസേനനും രൂപയും മരിച്ചിരുന്നെങ്കിൽ ഇന്ന് കല്യാണിയുടെയും ആ കിരണിൻ്റെയും ഇടങ്കയും വലങ്കയും പോയായിരുന്നു. ഇതിപ്പോൾ ഒരു പ്ലാനും നടക്കാത്ത അവസ്ഥയാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയാണ്. ഗംഗാപ്രസാദ് അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും മാഡം വരിക. ആ സാറിൻ്റെ മൊബൈലൊന്നും തരാമോ? എനിക്കൊന്ന് ഫോൺ വിളിക്കാനാ. പോടാ, നിനക്ക് ഞാനിവിടെ വേണ്ടുന്ന എല്ലാ ഇതും തരുന്നുണ്ട്. എന്നിട്ട് ആ പരിഗണനയൊക്കെ നീ മുതലെടുക്കരുത്, മനസ്സിലായല്ലോ? എൻ്റെ ജോലി കളയാൻ വേണ്ടിയാണോ നീ മൊബൈൽ വയ്ക്കുന്നത് എന്നും പറയുക. അപ്പോഴേക്ക് രാഹുൽ വരിക. എന്താടാ, ഭാര്യയെ കണ്ടോ? ആ കണ്ടു സാറേ. ആ എന്നിട്ട് എന്താ നിങ്ങളെ ആൻറ്റി പറഞ്ഞത്? അത് കേട്ടതും നമ്മുടെ രാഹുൽ വാർഡനെ നോക്കി. അപ്പോൾ വാർഡനോട് അങ്ങ് പോയി. വിക്രം വന്നു. എന്തു പറ്റി? ഒന്നും പറയണ്ടടാ, ആകെ കഷ്ടത്തിലാണ് ഞങ്ങളുടെ കാര്യം. എൻ്റെ മോളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് അതിനേക്കാളും ഡബിൾ മടങ്ങ് സങ്കടമുണ്ട്. കാരണം ആ മനോഹർ അവളവനെ ചതിക്കാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളുടെ സമനില തെറ്റും. അതൊക്കെ എൻ്റെ മനസ്സിലിപ്പോൾ പേടി സ്വപ്നമായിട്ട് കിടക്കുവാടാ. അത് കേട്ടതും നമ്മുടെ ഗംഗാപ്രസാദ്, എന്ത് ചെയ്യാനാങ്ങളെ, എല്ലാം തലവിധി. എല്ലാത്തിനും കാരണക്കാരൻ അവളൊറ്റ ഒരുത്തി. ആര്? ആ കല്യാണി. കാരണം എൻ്റെ മോളെ ആ കിരൺ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് സരയു കൺസ്ട്രക്ഷൻ്റെ MDയുടെ ഭാര്യയായി അവൾ ജീവിക്കുമായിരുന്നു, സന്തോഷത്തോടെ ജീവിക്കുമായിരുന്നു. പക്ഷേ ആ കല്യാണി ജീവിതത്തിലേക്ക് കടന്നു വന്നതോടെ എല്ലാം നഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, കല്യാണി ആ കിരണിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടാണ് രൂപയും ചന്ദ്രസേനനും ഒന്നിച്ചത്. അങ്ങനെ പല കാര്യങ്ങളും നടന്നത്. അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ടാണ് ഇന്ന് ആ കല്യാണിക്ക് അഹങ്കാരം കൂടിയത്. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ ജോലി എളുപ്പമാകുമായിരുന്നു. അതെ, അത് നീ പറഞ്ഞത് ശരിയാ വിക്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ ഉപദേശിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗംഗാപ്രസാദ് പറയുക, അതെ അങ്കിള് പറഞ്ഞതുപോലെ തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ. ഞാനും എൻ്റെ അച്ഛനും സമാധാനത്തിൽ ജീവിക്കുമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് ലക്ഷ്മിയും ആ കാർത്തികയും കടന്നു വന്നതുകൊണ്ടാണ് എൻ്റെ സമാധാനവും നഷ്ടപ്പെട്ടത്, ഞാനിങ്ങനെ ഒരു ജയിൽ പുള്ളിയായത് എന്നൊക്കെ. അത് കേട്ടതും നമ്മുടെ രാഹുൽ തീർക്കണം, ആദ്യം ആ ചന്ദ്രസേനനെയും രൂപയെയും കിരണിനെയും ഒക്കെ തീർക്കണം. അതിനുശേഷം ആ മനോഹറിനെയും. അവനെ കൊന്നാലേ എനിക്ക് സമാധാനമാകും. അവനെപ്പോലെ ഒരുത്തനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. അവൻ എത്ര പെണ്ണുങ്ങളെയാണ് കല്യാണം കഴിച്ച് കൂട്ടുന്നത്, അവന് തന്നെ അറിയില്ല അവൻ എത്ര ഭാര്യമാരുണ്ടെന്ന്. അതുകൊണ്ടാണ് എനിക്ക് പേടി. എൻ്റെ മോളുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അങ്ങ് പോവുക. ഈ സമയം ഗംഗാപ്രസാദ് പറയാടാ,
ഞാൻ മനോഹറിനെ കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടില്ലേ? എൻ്റെ അങ്ങനെയുള്ളപ്പോൾ അവനെതിരെയുള്ള കൊട്ടേഷൻ എനിക്ക് എങ്ങനെ ഏറ്റെടുക്കാൻ പറ്റും? നീ തന്നെ പറ. അതെനിക്കറിയാം. പക്ഷെ മനോഹറിനെ പോലെ ബുദ്ധിയുള്ള ഒരുത്തൻ ഈ ലോകത്ത് വേറെയില്ല. അയാൾക്ക് ഭയങ്കര ബുദ്ധിയല്ലേ, അതുകൊണ്ടല്ല അയാൾ ജീവിച്ചു പോകുന്നത്. ഉള്ള ലോകം ഈ നാട് മുഴുവനും പെണ്ണ് കെട്ടി ആ പെണ്ണിൻ്റെ കാശുകൊണ്ട് ജീവിക്കുന്ന ഒരേ ഒരാൾ മനോഹറല്ലേ എന്നൊക്കെ പറയാ. അത് നീ പറഞ്ഞത് ശരിയാ. അതുകൊണ്ട് ഞാനും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം അവനെപ്പോലൊരു കൂട്ടുകാരൻ കിട്ടിയതിന് ഞാൻ ഭാഗ്യം ചെയ്യണം, പുണ്യം ചെയ്യണം. അതൊക്കെ ശരി തന്നെയാണ്. അപ്പോഴേക്ക് രാഹുൽ മമ്മട്ടി എടുത്ത് അവിടെ പറമ്പ് മുഴുവനും കിളയ്ക്കോ നോക്കി. അയാൾ ആ മനോഹറിനോടും കിരണിനോടും കല്യാണിയോടും ഒക്കെ ഉള്ള ദേഷ്യം ആ പറമ്പിനോട് തീർക്കുക എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങനെ നോക്കി നിൽക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെയാണ്. മനോഹറും പിന്നെ മറിയയും കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അല്ല, നാളെ ഞാൻ ഒരുങ്ങി നിൽക്കും, നീ പെട്ടെന്ന് വരണം കേട്ടോ. അല്ലടാ, നീ എന്നെ ഇവിടെ വന്ന് കൊണ്ടുപോകുമോ, ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട, ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം. അല്ല മറിയേ, നിനക്ക് ഒരുങ്ങാൻ വേണ്ടി ബ്യൂട്ടീഷ്യനെ ഏർപ്പാടാക്കണോ? ഏയ്, അതൊന്നും വേണ്ടടാ, അതൊക്കെ ഞാൻ തന്നെ ഏർപ്പാടാക്കി വെക്കുകയോളാം. പിന്നെ നാളെ നിൻ്റെ മുൻപിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരിയായിട്ട് നിൽക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ആ, എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാനും അങ്ങനെ തന്നെയാണ് നിൻ്റെ മുൻപിൽ വരുള്ളൂ. ആ, നീ ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും സുന്ദരനാടാ. നിന്നെപ്പോലെ ഒരു ഭർത്താവിനെ കിട്ടാൻ പുണ്യം ചെയ്യണം. പിന്നെ അതുമാത്രമല്ല, ഞാൻ ആദ്യ വിവാഹം കഴിച്ച അയാൾ ശരിയല്ലായിരുന്നു. ആ വിവാഹം പരാജയമായി. പിന്നീടാ നിന്നെ കണ്ടത്. സത്യം പറയാലോ, ഞാനിപ്പോൾ ഈ നാട്ടിലേക്ക് വന്നത് എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല. വേറെ എന്തിന്? എന്നെ കാണാനും ഞാനുമായിട്ടുള്ള ബന്ധം പുതുക്കാനുമാണ് നീ വന്നത്. അതെനിക്കറിയാം. അതിന് നിമിത്തമായത് നിൻ്റെ ബിസിനസ്സും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം അറിയാം, എടാ നാളെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലേ? പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ പ്രശ്നം ഉണ്ടായാലും എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉപദേശിക്കുകയാണ് നമ്മുടെ മറിയെ. ഈ സമയമാണെങ്കിൽ മനോഹർ ചോദിക്കുക, അല്ല മോളു കല്യാണം കഴിഞ്ഞ ഉടനെ അമേരിക്കയിലേക്ക് എൻ്റെ കൂടെ വരില്ലേ? പിന്നെ അല്ലാതെ. എടാ, അവിടെ ചെന്ന് നമുക്ക് ബിസിനസ്സൊക്കെ ഒരുമിച്ച് നോക്കി നടത്താം. എല്ലാം കൊണ്ടും ഞാനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഇനിയും എൻ്റെ ബിസിനസ് ഒരുപാട് ഉയർച്ചയിലെത്തും, മുകളിലെത്തും. നീയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും പറയാനില്ലടാ, ഒന്നും നോക്കാനില്ല. എൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് മറിയ ഭയങ്കരമായിട്ട് നമ്മുടെ മനോഹറിനെ സോപ്പിടുക. ഈ സമയമാണെങ്കിൽ മനോഹർ, നാളെ നമ്മുടെ കല്യാണത്തിൻ്റെ തലേന്നുള്ള അവസാനത്തെ കൂടിക്കാഴ്ച ചെയ്ത് അല്ലേ മോളൂ? അങ്ങനെയൊന്നും പറയില്ലടാ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അവസാനത്തെ കൂടിക്കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ അത് മരിക്കുന്നതിന് തുല്യ, അങ്ങനെയൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൻമരിയ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം ഞാൻ വെറുതെ പറഞ്ഞതല്ലേ മോളു എന്തിനാ വിഷമിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് മനോഹര മറിയെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുക. നീ എങ്ങനെയാടി മോളെ അമേരിക്കയിൽ ഇത്രയും വലിയ ബിസിനസ്സിൻ്റെ തലപ്പത്തെത്തിയത്? നിന്നെ സമ്മതിക്കണം. നിന്നെ കെട്ടിയാലേ ജീവിതകാലം മുഴുവനും മറ്റൊരു പെണ്ണിനെ തേടി പോകേണ്ട ആവശ്യമില്ല എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയും കിരണും കൂടെ അങ്ങ് പോകാനായിട്ട് ഇറങ്ങും. അപ്പോൾ ദീപയും കൂടെ ഉണ്ട്. പിന്നൊക്കെ കല്ലുമോനും ഉമ്മയൊക്കെ കൊടുത്തിട്ട് അമ്മമ്മയുടെ ഒപ്പം ഇരുന്നോളൂ കേട്ടോ, അമ്മമ്മയെ പൊന്നു പോലെ നോക്കിക്കൊള്ളു കേട്ടോ, അമ്മമ്മയാണ് മോൻ്റെ എല്ലാം. അമ്മമ്മയുള്ളപ്പോൾ മോനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മമ്മ എങ്ങോട്ടെങ്കിലും നീങ്ങിയാലാണ് മോൻ കരച്ചിൽ തുടങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിന് ഉമ്മയൊക്കെ കൊടുത്ത് കുഞ്ഞിന് കൈ കൊടുക്കുക. അവിടെ സ്വർഗം, അവരാണ് നന്നായിട്ട് ജീവിക്കുന്നവർ. എൻ്റെ കാര്യം മൊത്തത്തിലങ്ങ് പോയി. എൻ്റെ മോൾക്ക് ആരുമില്ല. ആ കൊച്ചിന് അച്ഛനും ഉണ്ട്, അമ്മയും ഉണ്ട്, അമ്മമ്മയുണ്ട്, എല്ലാവരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ സരയു മുകളിൽ പോയിരുന്നിട്ട് കുഞ്ഞിനെ നോക്കി ഇങ്ങനെ വിഷമിക്കുക. എന്നിട്ട് ആലോചിക്കുകയാണ്, എന്നാലും നീ എങ്ങനെ ജീവിക്കും മോളെ? അപ്പുറത്തുള്ളതൊരു ആങ്കൊച്ച എന്ന നീ പെണ്ണും, നിനക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? അച്ഛനില്ലാതെ നിനക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുമോ? നാണക്കേടുണ്ട്. നീ ആകെ പൊട്ടിക്കരയുമല്ലോ. നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കറിയണില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു കണ്ണുനീർ തുടയ്ക്കുക. വെറുതെ വിടില്ല, അവനെ കൊന്നിട്ടേ ഞാൻ അടങ്ങും. എൻ്റെ മോളുടെയും എൻ്റെയും ജീവിതം ഈ അവസ്ഥയിലാക്കിയവനെ ഞാനൊരു കർമ്മത്തിലെത്തിക്കും. അവനെ ഞാൻ കൊല്ലും, തീർക്കും മോളെ, തീർക്കും. നമ്മളോട് ചെയ്ത ക്രൂരതയ്ക്ക് അവനെ എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ തീർക്കും. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്താലും എൻ്റെ മോളും എൻ്റെ അമ്മയും എവിടെ പോയി ജീവിക്കും എന്നും പറഞ്ഞുകൊണ്ട് സരയു നേരെ ശാരിയുടെ അടുത്തേക്ക് പോവുക. അപ്പോൾ ശാരി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്മേ, എന്താ മോളെ? അമ്മ ഒന്ന് റെഡിയാവും, ഒരിടം വരെ പോകാം. എവിടെയാ മോളെ? ഇത്രയും നാൾ ഞാൻ എവിടെയെങ്കിലും പോയാൽ എവിടെ പോകണോ ഞാനും വരട്ടെ എന്ന് ചോദിക്കും. ഇപ്പം ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഏയ് ഇല്ല മോളെ, നിൻ്റെ കൂടെ വരാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാനും എൻ്റെ മനുവേട്ടനും അമേരിക്കയിലേക്ക് പോകാൻ പോവുക. അങ്ങനെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് താമസിക്കാൻ ഒരിടം വേണമല്ലോ.
ഒറ്റയ്ക്ക് എങ്ങനെ ഇവിടെ ജീവിക്കുന്നേ? അതുകൊണ്ട് നിങ്ങളൊരു നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കാനാണ് വിളിക്കുന്നത്, വരാൻ നോക്ക്. അത് കേട്ടതും വേണം മോളെ, ഞാൻ എങ്ങനെയും ജീവിച്ചോളാം, വിധിയെ തടുക്കാൻ ആവില്ലല്ലോ, വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയും അപ്പോഴേക്കും നമ്മുടെ ശാരി എന്ത് ചെയ്യാനാ മോളെ, എൻ്റെ ജീവിതം എങ്ങനെയായി, മോളോ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് കരുതിയതാ, അതും എങ്ങനെയായി അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരി ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയമാണെങ്കിൽ സരയും പെട്ടെന്ന് റെഡി ആയിട്ട് വാ, ഭക്ഷണം ഉണ്ടാക്കി അടുക്കള ജോലി ചെയ്ത ഇതിൽ വരരുത്, ശരി എന്നും പറഞ്ഞുകൊണ്ട് ശാരി ഡ്രസ്സ് മാറാനായിട്ട് പോവുക. ഈ സമയമാണെങ്കിൽ സരയും ആലോചിക്കുകയാണ്, അപ്പുറത്തുള്ളവർ സമാധാനത്തില്ല, അപ്പുറത്തെ വീട്ടിൽ വിഷു ഓണമുണ്ട്, പടക്കം പൊട്ടും, ഉത്രാടത്തിൻ്റെ അന്ന് എല്ലാം പൊട്ടി പടക്കം പൊട്ടിച്ച് അവർ ആഘോഷിക്കും, എന്നാൽ ഇവിടെ മാത്രം മരണവീട് പോലെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഞാനും എൻ്റെ കുഞ്ഞും ഇരിക്കണം. ഇല്ല, സമ്മതിക്കില്ല. ശത്രുക്കളെല്ലാം ജയിലിൽ പോയെന്ന് കരുതുമ്പോഴും ഒരു ശത്രു പുറത്ത് ജീവനോടെ ഉണ്ടെന്ന് അവർ വിചാരിച്ചിട്ടില്ല, അത് വേറെ ആരുമല്ല ഞാൻ തന്നെയാണ്, ഞാൻ തന്നെ എന്നും ആലോചിച്ചുകൊണ്ട് സരയും ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുവാണ്. അത് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സരയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കല്യാണിയെയും കിരണിനെയും ഒക്കെ കൊല്ലണമെന്നാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയാണ്. മറിയായിട്ടുള്ള കൂടിക്കാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മനോഹർ അങ്ങോട്ടേക്ക് തിരിച്ചു വരിക. അപ്പോൾ സരയു കാലും കയറ്റി സോഫയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയം മനുവേട്ട തിരക്കൊക്കെ കഴിഞ്ഞോ? നാളെയും ഭയങ്കര തിരക്കാ മോളെ, നാളെയും കുറച്ച് ആൾക്കാരെ കാണാനുണ്ട്. നാളെയും തിരക്കാണോ മനുവേട്ട? പിന്നെ അല്ലാണ്ട് ഒന്നും പറയണ്ട മോളെ, ആകെ ടയേർഡായി. എത്ര പേരെന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ട് മീറ്റിംഗ് ഒക്കെ എടുക്കുന്നത്, എനിക്കാണെങ്കിൽ ഒന്നും ആലോചിച്ചിട്ട് അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല, ടെൻഷനാവുക, പോകുന്നതിന് മുമ്പ് എന്നെ ഒരുക്കിയെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ അഭിനയിക്കുക. അയ്യോ മനുവേട്ടാ, അമേരിക്കയ്ക്ക് പോയാലും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? അമേരിക്കയ്ക്ക് പോയാലും തിരക്കൊന്നും ഒഴിവാക്കാൻ പറ്റില്ല, കാരണം ബിസിനസ് അല്ലേ മോളൂ, അപ്പം പിന്നെ അത് വെറുതെ ഇരിക്കാൻ പറ്റുമോ? നമുക്ക് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലെന്നേ, വെറുതെ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കണം, മീറ്റിങ്ങുകൾ വരും, ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇന്ത്യയിലേക്ക് വരേണ്ടി വരും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ആണോ? മനുവേട്ടൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണല്ലേ, എന്തൊരു തിരക്കാ. സത്യം പറഞ്ഞാൽ എനിക്കും മോൾക്കും വേണ്ടിയല്ലേ മനുവേട്ടൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ, അത് പിന്നെ പ്രത്യേകം പറയണോ മോളൂ? എൻ്റെ മോളൂനും എൻ്റെ കുഞ്ഞിനും വേണ്ടിയാ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നേ. ദുഷ്ട, കള്ളം പറയുന്നോടത്തേണ്ടി, നിൻ്റെ തലയ്ക്കടിക്കാൻ ഞാനൊരു വടി കണ്ടുവച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിന്നെ ഞാൻ തലയ്ക്കടിച്ച് കൊല്ലും, പക്ഷെ അതിപ്പോഴല്ല, അതിനു മുമ്പ് നീ കുറച്ചും കൂടെ സന്തോഷിക്കേ എന്നും സരയു ആലോചിക്കണം. ഈ സമയമാണെങ്കിൽ ശാരി അവിടെ നിന്ന് നോക്കുക, ഈശ്വര, ഈ കൊച്ചു ഇപ്പോഴും അവനെ വിശ്വസിക്കുകയാണല്ലോ, ഇവനെപ്പോലൊരു ലോകക്കള്ളൻ ഈ ലോകത്ത് വേറെ ഇല്ല, അത് ഞാൻ പറഞ്ഞാലും അവൾക്ക് മനസ്സിലാകത്തുമില്ല, എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. മനുവേട്ട, ഇന്ന് ഞാൻ അമ്മയും കൂട്ടി ആൻറ്റിയുടെ വീട് വരെ ഒന്ന് പോയായിരുന്നു. എന്തിനാ അങ്ങോട്ട് പോയത്? നല്ല ചോദ്യമായി മനുവേട്ട. നമ്മൾ രണ്ടുപേരും മറ്റൊന്ന് അമേരിക്കയ്ക്ക് പോകും, അങ്ങനെ പോയി കഴിയുമ്പോൾ അമ്മയ്ക്കൊരാൾ കൂട്ടില്ലല്ലോ, അതുകൊണ്ട് അമ്മയെ ആൻറ്റിയുടെ വീട്ടിലാക്കാനാണ് പോയത്. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? കയറ്റിയോ? എന്ത് ചെയ്യാൻ, അവർക്കൊരു മനസാക്ഷിയില്ല മനുവേട്ട. അതല്ലേലും അങ്ങനെയാ മോളെ, മനസാക്ഷിയില്ലാത്ത ജന്മങ്ങളാ അവിടെയുള്ളവർ. നിനക്കത് ഉണ്ടോടാ? നിനക്ക് ഇത്തിരിയെങ്കിലും മനസാക്ഷി ഉണ്ടോടാ നാറി എന്നും സരയും മനസ്സിലാലോചിക്കുക. എന്ത് ചെയ്യാനാ മോളെ, വെറുതെ അവിടെയൊന്നും പോയി തെണ്ടണ്ട, ഒരു മാസം ആവട്ടെ, ഒരു മാസം വരെ നിൻ്റെ അമ്മ ഇവിടെ ജീവിക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് അമ്മയെയും അമേരിക്കയിലേക്ക് കൊണ്ടുപോവാം. അതുകൊണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട, മോളുടെ അമ്മ അമേരിക്കയിൽ ജീവിച്ചാൽ മതി. അല്ല പിന്നെ അവിടെ പോയിട്ട് ആ ചന്ദ്രസേനൊന്നും പറഞ്ഞില്ല, എന്ത് പറയാൻ, എല്ലാവരും ആട്ടിപ്പായിച്ചു മനുവേട്ട, ആർക്കും ഇപ്പം ഞങ്ങളെ വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴേക്ക് ശാരി വരിക. ശാരി വന്നതും ചന്ദ്രസേനൻ്റെയും രൂപയുടെ അടുത്തേക്ക് പോയിട്ട് ഒന്നും ആയില്ലല്ലേ? അത് കേട്ടതും ഞാനൊന്നും പറഞ്ഞിട്ടല്ലേ ഇവള് പോയത്, എനിക്കറിയില്ലായിരുന്നു മോൾ അങ്ങോട്ടാണ് പോകുന്നതെന്ന്. റെഡിയായി വരാൻ പറഞ്ഞപ്പോൾ ഞാൻ റെഡിയായി ചെന്നു, പക്ഷെ രൂപയുടെ അടുത്തേക്കാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു, എനിക്കറിയില്ലല്ലോ. പേടിക്കേണ്ടെന്നേ, ഒരു മാസം കൂടിപ്പോയ ഒരേ ഒരു മാസം, അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഞാനും എൻ്റെ മോളും അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞിട്ട് നിങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. പിന്നെ അമ്മ ജീവിക്കുന്നത് ന്യൂയോർക്കിലായിരിക്കും. അത് കേട്ടത് ശാരി മനസ്സിൽ, ന്യൂയോർക്കിൽ നിൻ്റെ അപ്പൂപ്പനുണ്ടോടാ തേണ്ടി എന്നും ഇങ്ങനെ ആലോചിക്കണം. ഈ സമയം മനോഹർ, അമ്മ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. അല്ല മനുവേട്ടാ, കടൽ കടന്ന് നമ്മൾ അമേരിക്കയ്ക്ക് പോകുമല്ലേ? പിന്നെ അല്ലാതെ. എന്നാലും അവസാനം നീട്ടി കർക്കിടകത്തിൽ തന്നെയാണല്ലോ മനുവേട്ട നമ്മൾ അമേരിക്കയ്ക്ക് പോകാൻ തീരുമാനിച്ചത്. എൻ്റെ മോളൂ, ഈ കർക്കിടകവും ചിങ്ങവും കഞ്ഞിയൊക്കെ നമ്മുടെ കേരളത്തിലേ ഉള്ളൂ. ഇവിടെ നിന്ന് കടൽ കടന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കർക്കിടകം? ഒരു കർക്കിടകവും ഇല്ല, ചിങ്ങവും ഇല്ല, കഞ്ഞിയില്ല, ഓണവും ഇല്ല, വിഷുവില്ല. വേണമെങ്കിൽ ആഘോഷിക്കാം, ഇല്ലെങ്കിൽ പഴയതുപോലെ എങ്ങനെയെങ്കിലുമൊക്കെ ഇരിക്കാം.
അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് നമ്മൾ മാറുമോളൂ. ആണോ മനുവേട്ടാ? അമേരിക്ക ചെന്ന് കഴിഞ്ഞാൽ എല്ലാം മാറുമല്ലേ? പിന്നല്ലാതെ. അപ്പം മനുഷ്യൻ്റെ സ്വഭാവം മാറുമോ മനുവേട്ടാ എന്നും സരയുവിൻ്റെ ചോദ്യം. ആ ഒരൊറ്റ ചോദ്യത്തിന് മുൻപിൽ അടിപതറിയാണ് മനോഹർ സരയുവിനെ നോക്കിയത്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം.